എല്ലാവർക്കും ഫഹദു ഫാ 2.0യിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കൊഞ്ച് പെരട്ടാണ്. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. സവാള, ഒരു ചെറിയ സവാള അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, പിന്നെ കുറച്ച് കരിവേപ്പില, ഇഞ്ചി പച്ചമുളക് ചതച്ചത്, അതിലിടാൻ ആവശ്യത്തിന് മല്ലിയില, പിന്നെ മുളക് പൊടി, വറുത്ത മുളക് പൊടി, വറുത്ത മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കറി മസാല, കുരുമുളക് പൊടി, ശകലം ചിക്കൻ മസാല, അതെല്ലാം കൂടെ ഇട്ട് മിക്സാക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ടാണിത്. പിന്നെ അതിലേക്ക് ആവശ്യമായ കൊഞ്ച്, ഉപ്പ്, വെള്ളം, ഇത്രയുമാണ് ഇതിലേക്ക് ആവശ്യം. ആദ്യമായി നമുക്ക് ഒരു ചെറിയൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് തീ കത്തിക്കാം. പാത്രം ഒന്ന് ചൂടാവട്ടെ. പാത്രം ചൂടായി കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് ലേശം കടുകിടാം. കടുക് പൊട്ടി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വയ്ക്കണം. എന്നിട്ട് ഇതിലേക്ക് സവാള, കട്ട് ചെയ്ത സവാള, അടുത്തതായിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിനൊന്ന് നമുക്ക് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം. എനിക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം. ഞാൻ എണ്ണയിൽ ഫസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ഇടില്ല. ഈ സവാളയും തക്കാളിയൊക്കെ ഇട്ടതിന് ശേഷമാണ് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടുന്നത്. ചിലപ്പോൾ എണ്ണയിൽ ആദ്യം കടുക് പൊട്ടിച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചി ഇടുകയും ചിലപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ സവാളയും വെളുത്തുള്ളിയും എല്ലാം ഇട്ടൊന്ന് എണ്ണയിൽ വഴറ്റിയതിന് ശേഷം മാത്രമാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാറ്. ഒന്ന് വഴണ്ട് വരട്ടെ. പാത്രം വെച്ച് മൂടി കൊടുക്കുക. ഒന്ന് വഴണ്ട് വരട്ടെ. തീ കുറച്ച് മ്യൂട്ടാക്കി വെച്ചിരിക്കുന്നതായിരിക്കും നല്ലത്. ഉള്ളി ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കൊഞ്ചിട്ട് കൊടുത്ത് ശകലം കൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് മൂടി വയ്ക്കാം. ചൂടുവെള്ളമാണ് ഒഴിച്ചത്. നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടിയെല്ലാം മിക്സ് ചെയ്തൊരു കൂട്ട് ഞാൻ കാണിച്ചു. അതുകൂടാതെ ശകലം മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ആ സവാളയിലും കൊഞ്ചിലും ചെറുതായിട്ടൊന്ന് മഞ്ഞൾപ്പൊടി പിടിക്കട്ടെ. അത് നല്ലതാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തീ അല്പം കൂട്ടി വെച്ച് അടച്ച് വയ്ക്കാം. കൊഞ്ചും സവാളയും എല്ലാം ഒന്ന് വെന്ത് വരട്ടെ. തുറന്ന് എന്തായെന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി കൊഞ്ച് സവാളയൊക്കെ നല്ല വെന്ത് കിടപ്പുണ്ട്. ഇതിലേക്ക് നമുക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ കൂട്ടങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കാം. ഇതിൽ ലേശം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. ശകലം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് നോക്കട്ടെ. ഉപ്പൊക്കെ പാകമാണ് ഗൈസ്. നല്ല വെന്ത കിഴങ്ങ് കൊഞ്ച് പെരട്ട് സൂപ്പറായിരിക്കും. കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയി വരാണ്ടത്. പാത്രം ഒന്ന് മൂടാതെ ഒന്ന് തുറന്നിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒന്നും കൂടി നല്ല കട്ടിച്ച് ഫ്രൈ ആയിട്ട് നല്ല വരട്ടി എടുക്കണം.
ഇഞ്ചി പെരട്ടി ഇവിടെ തയ്യാറായി കഴിഞ്ഞ് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിൽ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് അടച്ച് വയ്ക്കും. അപ്പം മല്ലിയിലയുടെ മണം അതിൽ തന്നെ തങ്ങി നിൽക്കും. അപ്പം ഇന്നത്തെ ഷോ ഇവിടെ തീർന്നു. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം. ബായ്.